നമസ്കാരമുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിലേക്ക് വന്നേക്കണം. പള്ളിയിലേക്ക് എന്ന് വെച്ചാൽ നാളെ മാർച്ച് 29 ഔസേപ്പിതാവിൻ്റെ നേരത്തെ സദ്യയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളാണ് ഞങ്ങളുടെ കൊച്ചുപള്ളിയിൽ. അപ്പോൾ അതേ കാണിച്ചു തരാം. നമ്മുടെ ജപ്പിഞ്ചയും നമ്മുടെ മനുവൊക്കെ കൂടി പായസത്തിനുള്ള തേങ്ങ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ സെബാത്തിന് ഒറ്റക്കിരുന്ന് തേങ്ങ ഒറ്റ മൈൻഡിൽ കിടന്ന് ചീവിക്കൊണ്ടിരിക്കുകയാണ്. ദേ നമ്മുടെ സാലപ്പൻ ഇരിക്കണം, നമ്മുടെ ജിബി. പിന്നെ അതെ ഇവനെ കാണിച്ചെന്നുള്ള പരാതിയായിരുന്നു. ബിബി തേങ്ങയുടെ നാല് വിളിക്കണ വാവേ തലവൊക്കെ നോക്കിയണം. നമ്മുടെ രാജാവ്. പിന്നെ ഇവനാണ് എപ്പോഴും വീഡിയോയിൽ വരുമ്പോൾ നാടൻ കാണിക്കണ ഒരുത്തൻ, മുഖം മറച്ച് കളാൻ. പിന്നെ നമ്മുടെ ചെപ്പാൻ്റെ അവിടെ നിന്ന് തേങ്ങയുടെ നാല് ചേർന്നുണ്ട്. ഓപ്പൺസ് എല്ലാം നോക്കി വീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ ഓളിൻ്റെ ഓൾ എടുത്ത് വെച്ചാൽ. പിന്നെ നാളത്തേക്കുള്ള അവിയലുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളാ ചിറ്റമാരെ ആൻറ്റിമാരൊക്കെ ഉണ്ടിരിക്കണത് ഇവരെല്ലാവരും ഇവിടെ ഹെൽപ്പെല്ലാം കഴിഞ്ഞിട്ട് അവർ നൈസായിട്ട് കഞ്ഞിയെ കുടിച്ചിരിക്കണേട്ടാ. എവിടെ ഹായ് ഇവിടുത്തെ എല്ലാവരും. നമ്മുടെ മാർച്ച് 29 നേർച്ച സദ്യയുടെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അച്ഛന്മാർ വന്നേക്കണേട്ടാ. ഇത് ഞങ്ങളുടെ പുതിയ കൊച്ചച്ഛൻ, ഇത് ഞങ്ങളുടെ വികാരിച്ചൻ, ഇതാണ് ഞങ്ങളുടെ കലവറക്കാരി. ഈ ഹാളിലിരുന്ന സദ്യ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കലവറ. ഇവിടെ എപ്പോഴേ ഒരു സൈഡിൽ ക്യാബേജ് റെഡി ആവുന്നുണ്ട്. നമ്മുടെ മിൽട്ടാജ ഇപ്പുറത്ത് നമ്മുടെ ഇതെന്തിനുള്ളതിന് കിച്ചടി. കിച്ചടിക്കുള്ള സാധനം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചേട്ടൻ പറഞ്ഞിട്ട് നമുക്കിവിടെ കലവറ ഇപ്രാവശ്യത്തെ പാചകമെല്ലാം ചെയ്യണത്. ഇതേ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ സദ്യ ഇവിടെ തുടങ്ങണം കേട്ടോ. വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞ് നമ്മുടെ അച്ഛനാണ് വെഞ്ചിരിച്ചത്. ഇതിപ്പോൾ എല്ലാവരും ഇരുന്നുണ്ട്. ഫസ്റ്റ് പന്തി നമ്മൾ വിളമ്പാൻ വേണ്ടി നമ്മുടെ നേരത്തെ സദ്യകളുടെ ഐറ്റംസ് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വിളമ്പാൻ തുടങ്ങാൻ പോകണം കേട്ടോ. അച്ചാർ, ക്യാബേജ്, അവിയൽ, വെള്ളക്കറി, പൈനാപ്പിൾ കറി, സാമ്പാർ, മോര്, പിന്നെ ചിപ്സ്, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകണം നമ്മുടെ പരിപാടി. നമ്മൾ ഈ കൊല്ലം ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയിട്ട് തിരഞ്ഞെടുത്തേക്കണത്. അപ്പോൾ അച്ഛൻ ആദ്യം അവർക്ക് വിളമ്പിയ ശേഷമാണ് നമ്മൾ ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോകണം. അപ്പോൾ ആദ്യത്തെ ഫുഡ് അച്ഛനിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണ. അപ്പം അതെല്ലാ കൊല്ലവും ഓരോരോ ഫാമിലിയായിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യും. അപ്പോൾ പേരിങ്ങനെ നറുക്കിട്ട് എടുക്കണത് ഇപ്രാവശ്യത്തെ ഔസേപ്പിതാവ്, കൊച്ചുണ്ണീശോ, പിന്നെ മാതാവ്. ഇവർക്ക് നമ്മൾ അച്ഛൻ വിളമ്പിയ ശേഷം ബാക്കി നമ്മുടെ ഇവിടെ നിറച്ചിരിക്കാൻ വന്നേക്കണ എല്ലാവർക്കും നമ്മൾ കൊടുക്കും. അങ്ങനെ അച്ഛൻ്റെ വിളമ്പലെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ പന്തി വിളമ്പിയേക്കണേടാ. ആദ്യം നമ്മുടെ കാരണന്മാരെല്ലാം ഇരിക്കണത്. അപ്പോൾ കാരണന്മാർക്ക് എല്ലാവർക്കും കൊടുത്ത് പിന്നെ നമ്മുടെ സ്കൂളിലെ പിള്ളേർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പാട്ട് പറഞ്ഞ ഗായക സംഘം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ആൻറ്റി, ഇത് നമ്മുടെ ഒരു അനിയൻ്റെ വൈഫും അവൻ്റെ മോനും ഉണ്ട്. ഇവനാളും ഭയങ്കര വില്ലനാണ്, ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പിണങ്ങി കഴിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് വെച്ചാൽ ഇവിടെ അടുത്തുള്ള എല്ലാ ആൾക്കാരും എന്തായാലും ഇവിടെ വരും. അതാണ് ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടേത്. ഇവിടെ എന്ത് പരിപാടിയാണെങ്കിലും എല്ലാ വശത്തുനിന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. അതാണ് നമ്മുടെ പള്ളിയിലെ നേർച്ച സദ്യയുടെയും പെരുന്നാളിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും വിജയം. അപ്പോൾ അതെ ഫുഡ് വിളമ്പി തിരക്ക് തുടങ്ങി. ഞങ്ങൾ ആ തിരക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. ആദ്യത്തെ പന്തി വിളമ്പി അടുത്ത പന്തി വിളമ്പി ഇതേ നമ്മുടെ റോഷിനി ചിറ്റുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചിറ്റൊക്കെ എപ്പോഴും വരാതെയാണ് വീഡിയോയിൽ കാണിക്കുള്ള ഇപ്പോൾ കാണിച്ചപ്പോൾ ഒരു ചമ്മതി ചിറ്റയുടെ മോളാണ്. ഇത് നമ്മുടെ ഡിയോൻ്റെ മോൻ ഷിവച്ചിട്ട. അങ്ങനെ എല്ലാവരും ഉണ്ട് വെച്ചാൽ ആൾക്കാരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ഉണ്ടാവും. നമ്മുടെ കസിൻസാണ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇക്കൊല്ലത്തെ നേർച്ച സദ്യയും അതിമനോഹരമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നടുവെന്ന് പറഞ്ഞാൽ സമയം ഉണ്ടല്ലോ, ഒരു 3-4 മണിക്കൂർ ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ ഫുള്ള് സെറ്റ് അത് ഇന്നലെ തുടങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേക്കുള്ളൂ. ഈ ഒരു നേർച്ച സദ്യ അല്ലെങ്കിൽ ഈ ഒരു പള്ളിയിൽ എന്ത് പരിപാടിയും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണ ഒരു ഇതാണ്. അപ്പോൾ അത് കാരണം എന്താണ്, ഇതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ ഹാപ്പിയാണ് വെച്ചാൽ നമ്മളുടെ ആ ഒരു എഫക്റ്റ് എന്നെക്കാളും കൂടുതൽ ബാക്കി നമ്മുടെ പിള്ളേരുണ്ട. ഞാനെപ്പോഴും എല്ലാ പരിപാടിയും തുടങ്ങി ഒരു പാതി അയക്കുമ്പോഴേക്കും ഒന്ന് ജോയിൻ ചെയ്യണം. പക്ഷേ ഉമ്മാരെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല.
കട്ടക്ക് എല്ലാ കാര്യത്തിൽ നിന്ന് എല്ലാം നല്ല വൃത്തിക്കും ഭംഗിക്കും നല്ല മെനക്കും ചെയ്യും. പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് വെച്ചാൽ പിള്ളേരുടെ ഇതിനകത്ത് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണത് നമ്മുടെ സിബിയാണ്, നമ്മുടെ അനിയച്ചാൽ. അവൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവനൊരു എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ട്. ആ രീതിയിൽ എല്ലാവരോടും പറഞ്ഞ് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് പിന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നോക്കും. അങ്ങനെ നമ്മുടെ സദ്യ ഈ വർഷത്തെ 2026 ഔസേപ്പിതാവിൻ്റെ മാർച്ച് 19 ഞങ്ങൾ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്യും. നമ്മുടെ ചിറ്റവരാണ് എല്ലാ പരിപാടിക്കും ഹെൽപ്പ് ചെയ്യണ ചിറ്റവരാണ്. അപ്പോൾ അവർക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണിച്ച എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഫുഡ് കഴിച്ച് അവശതയിട്ടിരിക്കണം ഞങ്ങളുടെ ജിനപ്പ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും. നമ്മുടെ ഹാരിസിൻ്റെ മമ്മിയാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാവും. എല്ലാവരുടെ ഒരു കൂട്ടായ്മ കൂടെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത് ഞങ്ങളുടെ മാർച്ച് 19. ഞങ്ങളുടെ നേരത്തെ സദ്യയുടെ വിളമ്പലെല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീംസ് പിള്ളേരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകണ്ട. അപ്പോഴേ ഇതൊക്കെയാണ് ഞങ്ങളുടെ സദ്യ സ്പെഷ്യൽ ഐറ്റംസ് കേട്ടാ. എല്ലാം വിറകടപ്പിൽ ഞങ്ങൾ റെഡിയാക്കിയാണ്. ഗ്യാസിനെ ഞങ്ങൾ തോപ്പിച്ച് എല്ലാം വിറകടപ്പിൽ തയ്യാറാക്കിയ കറികളും സാമ്പാർ, ചോറ്, സംഭവം പൊളി. ഞങ്ങൾ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ പിള്ളേരാണ്ട വിളമ്പി തന്നത് ആടാ. ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇരിക്കണ പിള്ളേർ ആടാ. ആ മുഖത്ത് കൈ വെച്ചേക്കണുണ്ട്. അവളാണ് ഈ കൂടുതൽ ഭൂലോക ഉടായ്പ് പണിയെടുക്കാതെ ഇറക്കണവള്. അവള് മാത്രം ഞങ്ങൾക്ക് ഒന്നും വിളമ്പി തന്നില്ല, ബാക്കി എല്ലാവരും വിളമ്പി തന്നായിരുന്നു ആടാ. ഇപ്പൊ സത്യം പുറത്ത് തന്നില്ലേ. അപ്പൊ സാമ്പാറ്, ചോറ്, രസം, മോര് എല്ലാം എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞ ശേഷം അവസാനം കഴിക്കണതിൻ്റെ ഒരു സുഖം വേറെ. അപ്പൊ സ്നേഹത്തോടെ സ്വന്തം റോച്ച.